മഹാനർമ്മത്തായൊരു സീൻ. അപ്പോൾ ഞാൻ മാണി സി കാപ്പൻ്റെ പേരിൽ കലാകാരനാണെന്ന് ഷൂട്ടിങ് കണ്ടക്ട് ചെയ്തത് ഞാനാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ എനിക്കൊരു ഒരു സീൻ, രാത്രിത്തെ സീൻ കറക്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഷോർട്സൊക്കെ ലൈറ്റപ്പൊക്കെ പറഞ്ഞു കൊടുത്ത് റിഹേഴ്സൽ ഇടുമ്പോൾ ഞാൻ അപ്പുറത്തിരുന്ന് കറക്റ്റ് ചെയ്യും. പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നസെൻ്റ് ആയിട്ട് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്ഥിതിക്ക് ആ സീൻ ശരിയാണല്ലോ, ആ തമാശ വർക്കൗട്ട് ആവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ നല്ല തമാശയാണല്ലോ, പുറത്ത് എന്ന് പറയുന്നില്ലേ, പ്രേതത്തിനെ കണ്ടിട്ട് ഓടി വന്നിട്ട് പുറത്ത് എന്ന് പറയുന്ന തമാശ വർക്കൗട്ട് ആവണില്ല എന്ന് പറഞ്ഞു. അത് ശരിയാവില്ല, അത് ഓടായിട്ട് നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു റിഹേഴ്സൽ ഇട്ടേ പറഞ്ഞു. അപ്പോൾ റിഹേഴ്സൽ ഇട്ടപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടിന് ഓടി വന്നിട്ട് പുറത്തുനിന്ന് കൈ ചൂണ്ടാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ആ ലോജിക്കായില്ലേ, പുറത്ത് കൈ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ മതിൽ മുതുകിൽ നോക്കിയാൽ പോയി. ഇന്നസെൻ്റ് പുറത്ത് കൈ ചൂണ്ടുകയേ ചെയ്യരുത്, ഇവർക്ക് തോന്നണം പുറത്തെന്തോ കടിച്ചതാണെന്ന് തോന്നുന്ന വിധത്തിലാണ് ഇന്നസെൻ്റ് ആയിട്ട് പറയേണ്ടത്. എങ്കിലേ അവർ പനിയം പൊക്കി നോക്കുന്നതിൽ ആളുകൾ ചിരിക്കുകയുള്ളൂ. ഇന്നസെൻ്റ് ആയിട്ട് ഓടി വന്നിട്ട് റിഹേഴ്സൽ പുറത്തുനിന്ന് കൈ ചൂണ്ടിക്കൊണ്ട് വന്നാൽ അവർ രണ്ടുപേരും കൂടി ഷർട്ട് നോക്കിയാൽ ഫൂളിഷ്നെസ്സായി, ക്യാരക്ടേഴ്സ് ഫുള്ളായി. അപ്പോൾ ഓഡിയൻസിന് അറിയാം ഇയാൾ പുറത്ത് നിൽക്കുന്ന പ്രേതത്തെ കണ്ടിട്ടാണ് ഇയാൾ പുറത്തുനിന്ന് പറയുന്നതാണെന്ന് അറിയാം. പക്ഷേ ഇയാളുടെ ആ വെപ്രാളത്തിൽ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് ഏട്ടാ ഒരു വെളിവില്ലാത്ത പോലെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടന് മനസ്സിലായി. അങ്ങനെ വന്നിട്ട് പുറത്തുനിന്ന് അപ്പോൾ പുറത്ത് കടി കൊണ്ട പോലെ തോന്നി. ഇവർ കുനിച്ച് ചേർത്തിട്ട് പനിയം പൊക്കിയപ്പോൾ തിയേറ്ററിൽ ഹോൾ ചിരി. ഇതാണ് ഈ പറയുന്നത്, കുഞ്ഞു കറക്ഷനാണ്, ഒരേ കാര്യം തന്നെയാണ്. അതിൻ്റെ ലോജിക്ക് ഉണ്ടാവും, അത് എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ചെയ്യുക, ഇതെങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുക, ഇതാണ് ഒരു ഡയറക്ടറുടെ ജോലി.